ചിലരുടെ ധാരണ എന്ന് പറയുന്നത് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് കടമുള്ളവൻ്റെയും രോഗമുള്ളവൻ്റെയും ഭാരപ്പെടുന്നവൻ്റെയും നിരാശയുള്ളവൻ്റെയും ആരോരുമില്ലാത്തവൻ്റെയും ജീവിതത്തിൽ തോറ്റുപോയവൻ്റെയും ഒക്കെ വഴിയാണ്. നമുക്കിച്ചിരി ആരോഗ്യമുള്ളവർക്കും പണമുള്ളവർക്കും ഇച്ചിരി ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ജോലിയൊക്കെ ഉള്ളവർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നു ദൈവം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എമർജൻസി എക്സിറ്റ് ആയിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി ഡോർ ആയിരിക്കണം. ആദ്യമേ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമായിരിക്കണം ദൈവവിശ്വാസം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, വിശ്വാസമുള്ളവരെയും പ്രാർത്ഥിക്കുന്നവരെയും ആരാധിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു തമാശ തോന്നും, കളിയാക്കൽ തോന്നും. വിശ്വാസികൾ നടക്കുന്നു, പ്രാർത്ഥിക്കാൻ നടക്കുന്നു, വചനമെന്ന് പറയുന്നത് നടക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. കാരണം ഈ ലോകത്തിലൊരു സൃഷ്ടി നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം. സ്വയമേ ഒന്നും ഉണ്ടായി വരുന്നില്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 17 വരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം. എല്ലാ ദൈവമക്കളും ഇത് ശ്രദ്ധിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും ലംഘിക്കാതിരിക്കുവാനും സൂക്ഷിച്ചു കൊള്ളണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ മോശയിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യമാണ്. അടുത്ത വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തനായി നല്ല വീടുകൾ പണിത് അവയെ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും വർദ്ധിച്ച് നിനക്കുള്ളതൊക്കെയും പെരുകുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കുവാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അടിമകളായിരുന്ന ദൈവത്തിന്റെ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് ദൈവം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വരുമ്പോൾ ഹൃദയം നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് അവിടെ കൊടുക്കുകയാണ്. 17-ാം വാക്യം പറയുന്നു, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കുവാനും സൂക്ഷിച്ചു കൊള്ളണം. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ നേടിക്കഴിയുമ്പോൾ എല്ലാം എൻ്റെ കഴിവാണ്, ഞാൻ പഠിച്ചത് കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, നമ്മുടെ ഹൃദയം നിഗളിച്ചു പോകരുത്. കാരണം ഇതെല്ലാം തന്നത് ദൈവമാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.